വാർത്തകൾ തുടരുന്നു. വലപ്പാട് മായ കോളേജ് യൂണിയന്റെ ഉദ്ഘാടനം ലളിതകലാ അക്കാദമി സെക്രട്ടറി ശ്രീമൂലനഗരം മോഹനൻ നിർവഹിച്ചു. നാട്ടിക ശ്രീനാരായണ ഹാളിൽ നടന്ന പരിപാടിയിൽ PTA പ്രസിഡന്റ് ജോസ് താടിക്കാരൻ അധ്യക്ഷത വഹിച്ചു. ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്ലബിന്റെ ഉദ്ഘാടനം കലാമണ്ഡലം മുൻ രജിസ്ട്രാർ ഡോക്ടർ NR ഗ്രാമപ്രകാശ് നിർവഹിച്ചു. പ്രിൻസിപ്പൽ CA ആവാസ് മോജിത മോഹനൻ, VR കണ്ണൻ, ചെയർപേഴ്സൺ ഷഹർബാൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കേരള കലാമണ്ഡലത്തിന്റെ നൃത്തവിരുന്നും വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറി. കവികൽപ്പനയുടെ സഖ്യനിൽ നിന്നും കൈരളി നിളയൊഴുകുന്നു ശബ്ദച്ചിലങ്കയോടെ അർത്ഥാലങ്കാരമോടെ അനുഗ്രഹിക്കാൻ ഒരുങ്ങി നിൽപ്പു അമ്മ മലയാളം, അമ്മ മലയാളം. മതിലുകളില്ലാതെ നാലതിരുകളില്ലാതെ, മതിലുകളില്ലാതെ നാലതിരുകളില്ലാതെ വിശ്വം മുഴുവൻ നിറഞ്ഞു നിൽപ്പു അമ്മ മലയാളം, അമ്മ മലയാളം. തരികിട തിക തരികിട തക തിത്തരികിട തിക തരികിട തക തിത്ത തകതിത്ത തിത്തരികിട തിക തരികിട തക തിത്തരികിട തിക തരികിട തക തിത്ത തകതിത്ത. പുതിയകാവ് ഇൽഫത്ത് വിമൻസ് കോളേജ് ഓണാഘോഷത്തോടനുബന്ധിച്ച് പൂക്കള മത്സരവും ഓണസദ്യയും സംഘടിപ്പിച്ചു. കോളേജ് പ്രിൻസിപ്പൽ ശാരദ N മേനോൻ നേതൃത്വം നൽകി. ഇൽഫത്തുൽ ഇസ്ലാം സഭ ഭാരവാഹികളും കോളേജിലെ അധ്യാപകരും വിദ്യാർത്ഥികളും ഇൽഫത്തിലെ ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുത്തു. സഭാ പ്രസിഡന്റ് MK അബ്ദുൽ ഖാദർ ഹാജി, സെക്രട്ടറി BH സയ്യിദ് മുഹമ്മദ് ഹാജി, KA ബർക്കത്തലി സാഹിബ് തുടങ്ങിയവർ സംബന്ധിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. മുറ്റത്തെ പൂക്കളത്തിൽ വാടിയ പൂവനിയിൽ ഇത്തിരി പാൽ ചുരത്താൻ വാ 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 ഉത്രാടപ്പൂ നിലാവേ വാ. മുറ്റത്തെ പൂക്കളത്തിൽ വാടിയ പൂവനിയിൽ ഇത്തിരി. കയ്പമംഗലം ഗ്രാമലക്ഷ്മി ബാബുലുലും ഇംഗ്ലീഷ് സ്കൂളിൽ ഓണാഘോഷം വിവിധ പരിപാടികളോടെ നടന്നു. വെൽഫെയർ കമ്മിറ്റി ചെയർമാൻ KU അബു മാസ്റ്റർ ഓണാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ഈ മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കും ഒട്ടില്ലതാനും എന്നുള്ള വരികൾ ഭംഗിയായി തന്നെ കൂട്ടം കൂടി നിന്നുകൊണ്ട് നമ്മുടെ വിദ്യാർത്ഥിനികൾ ആലപിക്കുകയുണ്ടായി. ഇത് ഒരു കവി സാങ്കല്പികമായ ഒരു ലോകത്തെ ചിത്രീകരിച്ചുകൊണ്ട് തന്നെ ആ ലോകത്തിലൂടെ കടന്നുപോയപ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയെ സംബന്ധിച്ച് പറഞ്ഞതാണ്. ഇതുപോലെ തന്നെ നമ്മുടെ നാടുമായിരുന്നെങ്കിൽ അസമത്വങ്ങളില്ലാത്ത, ഉച്ചനീചത്വങ്ങളില്ലാത്ത, എപ്പോഴും നന്മ വിളയാടുന്ന സന്മാർഗപരമായ ഒരു പാതയിലേക്ക് നമ്മുടെ ജനങ്ങളെ നയിക്കുവാൻ, അല്ലെങ്കിൽ നമ്മുടെ ജനങ്ങൾ എത്തിച്ചേരുവാൻ ആവശ്യമായ കുറേ കാര്യങ്ങളാണ് അതിൽ ഊന്നിപ്പറഞ്ഞത്. PTA വൈസ് പ്രസിഡന്റ് PM നൌഷാദ് അധ്യക്ഷനായിരുന്നു.
PM നൂറുദ്ദീൻ, PM ഹംസ, പ്രിൻസിപ്പൽ KV സുബ്രഹ്മണ്യൻ, വൈസ് പ്രിൻസിപ്പൽ സൈനബ, സുമേഷ് മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. പൂക്കള മത്സരവും വിവിധ കലാപരിപാടികളും പായസ വിതരണവും ഓണാഘോഷത്തോടനുബന്ധിച്ചുണ്ടായിരുന്നു. തൃപ്പയാർ ശ്രീരാമ പോളിടെക്നിക് പെരിഞ്ഞനം ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ടൈലറിംഗ് ആൻഡ് എംബ്രോയിഡറി പരിശീലന കേന്ദ്രത്തിൽ ഓണാഘോഷം നടത്തി. ആഘോഷ പരിപാടികൾ ഗായകൻ അൽ സാബിത്ത് ഉദ്ഘാടനം ചെയ്തു. ഒരു പുഷ്പം മാത്രമേ പ്രൊഫസർ വർഗീസ് മത്തായി അധ്യക്ഷനായിരുന്നു. P. പവിത്രൻ, KK ബാബുരാജ്, PK ജോൺസൺ, ശരത്ചന്ദ്രൻ, ആശ, സൗമ്യ എന്നിവർ സംസാരിച്ചു. കയ്പമംഗലം ഗ്രാമലക്ഷ്മി മതേതര മരണാനന്തര സമിതിയുടെ ആഭിമുഖ്യത്തിൽ അരി വിതരണം നടത്തി. സമിതി പ്രസിഡന്റ് KV സുബ്രഹ്മണ്യം മാസ്റ്റർ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് PM നൂറുദ്ദീൻ അധ്യക്ഷനായിരുന്നു. KK അരവിന്ദൻ, TK ആനന്ദൻ, NK ഷാജി, CV ഷാജി, CV മോഹനൻ, AV ഔസേപ്പ്, MV ദാമോദരൻ എന്നിവർ സംബന്ധിച്ചു. 137 അംഗങ്ങൾക്കാണ് അരി വിതരണം ചെയ്തത്. മരണാനന്തര സമിതി സ്ഥാപിച്ച ശേഷം വളരെയേറെ ദുഃഖത്തോടെയാണ് ഞാൻ ഉൾപ്പെടെയുള്ള ബോർഡ് മെമ്പർമാരും പ്രസിഡന്റും രക്ഷാധികാരിയും കഴിഞ്ഞ പ്രാവശ്യം അരി വിതരണം ചെയ്യുമ്പോൾ അന്നുണ്ടായിരുന്ന പ്രസിഡന്റ് പ്രകാശ് ചേട്ടൻ ഇന്ന് നമ്മളോടൊപ്പില്ല. ആകസ്മികമായ ഒരു അസുഖം മൂലം സമയമാവാതെ തന്നെ ഞങ്ങളിൽ നിന്ന് വിട്ടുപിരിഞ്ഞ അദ്ദേഹത്തിൻ്റെ 2 ഏക്കറോളം വരുന്ന വാട്ടർ അതോറിറ്റിയുടെ വാട്ടർ ടാങ്ക് ക്വാർട്ടേഴ്സ് പരിസരം നാട്ടുകാരെ ഭീതിയിലാഴ്ത്തുന്നു. കാളമുറി വടക്ക് ഭാഗത്തെ കാട് പിടിച്ച ഭാഗമാണ് ക്ഷുദ്രജീവികളുടെ ആവാസ കേന്ദ്രമായത്. 3 പതിറ്റാണ്ട് മുൻപ് പണിത നാട്ടിക ഫർക്ക ശുദ്ധജല വിതരണ പദ്ധതിയുടെ 5.4 ലക്ഷം ലിറ്റർ കപ്പാസിറ്റിയുള്ള ടാങ്കും സമീപമുള്ള 2 ക്വാർട്ടേഴ്സുകളുമാണ് ഭാർഗവി നിലയം പോലെയായത്. വിഷജന്തുക്കൾ സ്വൈരവിഹാരം നടത്തുന്ന സ്ഥലം ബ്രദേഴ്സ് ലൈനിൽ നിന്ന് ദേശീയപാതയിൽ ചേരുന്ന റോഡിന്റെ ഓരത്താണുള്ളത്. കോടികൾ മുടക്കി നാട്ടിക ഫർക്കയിൽ പണിത ജലസംഭരണികളിൽ ഏറ്റവും വലിയ ഒന്നാണിത്. പദ്ധതി അവതാളത്തിലായതോടെ നനയാൻ ഭാഗ്യമില്ലാതായ ടാങ്ക് നോക്കുകുത്തിയാവുകയായിരുന്നു. നെതർലാൻഡ്സ് ഗവൺമെന്റ് സഹായത്തോടെ ആരംഭിച്ച പദ്ധതിയുടെ ഭാഗമായി 10ഓളം ടാങ്കുകളാണ് നാട്ടികയിൽ കാട് മൂടിക്കിടക്കുന്നത്. തീരദേശത്തെ കുടിനീർ ക്ഷാമത്തിന് ശാശ്വത പരിഹാരം കാണാനാവുമായിരുന്ന പദ്ധതി പിടിപ്പുകേടുകൊണ്ട് അവതാളത്തിലാവുകയായിരുന്നുവെന്ന് ആരോപണമുണ്ട്. 2 വർഷം മുമ്പ് കാളമുറിയിലെ ടാങ്ക് പരിസരം തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം വെട്ടിത്തെളിച്ചിരുന്നു. എന്നാൽ വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും കാട് പിടിക്കുകയായിരുന്നു. ഉയർന്ന വിദ്യാഭ്യാസത്തിനും ജോലിക്കുമൊപ്പം വാഴകൃഷിയിൽ ഒരു കൈ നോക്കുകയാണ് കയ്പമംഗലത്തെ യുവജന കൂട്ടായ്മ. കർഷകരായ അച്ഛന്മാരുടെ പാരമ്പര്യം കൈമുതലാക്കി കാളമുറി കിഴക്ക് ബിവിൽഡേഴ്സ് ക്ലബ്ബ് പ്രവർത്തകരാണ് കൃഷിയിൽ നാടിന്റെ ഭാവി വാഗ്ദാനങ്ങളായത്. ആദ്യ കൃഷിയിൽ കൈപ്പേറിയ അനുഭവങ്ങളാണ് ഉള്ളതെങ്കിലും മുന്നോട്ട് തന്നെ എന്ന ഉറച്ച തീരുമാനത്തിലാണിവർ. ക്ലബിന്റെ രക്ഷാധികാരിയും കർഷകനുമായ മരത്തേഴത്ത് മോഹനാണ് വാഴകൃഷിയിലേക്ക് ഇവരെ നയിച്ചത്. കാളമുറി കിഴക്കുള്ള 30 സെന്റിലും ബ്രദേഴ്സ് ലൈനിലെ 25 സെന്റിലുമായി 1400 വാഴക്കണ്ണുകളാണ് നട്ടുപിടിപ്പിച്ചത്. എന്നാൽ മഴയിലും കാറ്റിലും വെള്ളക്കെട്ടിലുമായി 1000ഓളം വാഴകൾ നശിച്ചു. ജലസേചനത്തിലും വളമിടലിലും പരിചയക്കുറവ് തടസ്സമായെങ്കിലും കരുത്തോടെ നിന്ന 300ഓളം വാഴകളിൽ 90ലധികം കുലച്ചതോടെ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാണ് ക്ലബ് അംഗങ്ങൾ. പാകമായ വാഴക്കുലകളുടെ വിളവെടുപ്പ് കഴിഞ്ഞ ദിവസം ക്ലബ്ബ് രക്ഷാധികാരിയുടെ നേതൃത്വത്തിൽ നടന്നു. അംഗങ്ങളിൽ നിന്ന് സ്വരൂപിച്ച 10,000 രൂപയാണ് മൂലധനമായി ഇറക്കിയത്. യുവാക്കളുടെ പരിശ്രമത്തെക്കുറിച്ച് കേട്ടറിഞ്ഞ പഞ്ചായത്ത് അധികൃതർ കൃഷിഭവൻ മുഖേന 2000 വാഴക്കണ്ണുകൾ സൗജന്യമായി നൽകാമെന്ന് വാഗ്ദാനം ചെയ്തിരിക്കുകയാണിപ്പോൾ. കൃഷി വ്യാപിപ്പിക്കുവാൻ പുതിയ സ്ഥലത്തിന്റെ അന്വേഷണവും നടക്കുന്നുണ്ട്. MBA ബിരുദധാരികളായ നിതിൻ, മുഹമ്മദ് ഹനീഫ, റോഹിൻ, ബിടെക്കുകാരായ സംഗീതരാജ്, ബിവേഷ്, ഫാരിസ്, സ്കൂൾ വിദ്യാർത്ഥികളായ സുഹൈൽ, വൈശാഖ്, കണ്ണൻ, ഇവരുടെ സുഹൃത്തായ അംല സജിലേഷ് എന്നിവരാണ് ക്ലബ് അംഗങ്ങൾ. കഴിഞ്ഞ കുറി ഞാലിപ്പൂവൻ മാത്രമാണ് കൃഷി ചെയ്തതെങ്കിലും ഇക്കുറി ഇതര വാഴകളും കൃഷി ചെയ്യുവാനാണ് ചെറുപ്പക്കാരുടെ തീരുമാനം. അഴീക്കോട് മുനയ്ക്കലിൽ യുവാവ് കടലിൽ വീണ് മരിച്ചു. മേത്തല എരാകുളം ഈശ്വരമംഗലത്ത് ശശിധരന്റെ മകൻ ധീരജാണ് മരിച്ചത്. 22 വയസ്സായിരുന്നു. വ്യാഴാഴ്ച വൈകിട്ട് 4 മണിയോടെ കൂട്ടുകാരൊത്ത് മുനയ്ക്കൽ ബീച്ചിലെത്തിയ ധീരജ് പുലിമുട്ടിൽ കയറി ഫോട്ടോ എടുക്കുന്നതിനിടെ കടലിലേക്ക് വീഴുകയായിരുന്നു. മത്സ്യത്തൊഴിലാളികളും ചേർന്ന് ഇയാളെ കരയ്ക്ക് കയറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മൃതദേഹം കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഇനി പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. റിപ്പർ ജയാനന്ദനെ ഇരിഞ്ഞാലക്കുട കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു.
വിവിധയിടങ്ങളിൽ കുടുംബശ്രീ ഓണച്ചന്തകൾക്ക് തുടക്കമായി. മേഖലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഓണാഘോഷം നടത്തി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.